മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, ഒരു ക്രിസ്മസ് കൂടി ആഗതമാവുകയാണ്. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഉദയം ചെയ്തിരിക്കുന്നു. ഇത് ശ്രവിച്ച മാത്രയിൽ ആട്ടിടയന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, നമുക്കും ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മോട് അരുളി ചെയ്ത സംഭവങ്ങൾ നമുക്ക് നേരിൽ കാണാം. അവർ ധൃതിയിൽ ഉണ്ണിയേശുവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അവർ കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ രക്ഷകൻ എവിടെയാണ് പിറന്നത് എന്നതിനെക്കുറിച്ച് താളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നില്ല. രാജകൊട്ടാരത്തിൽ പിറക്കാതെ എന്തേ പുൽക്കൂട്ടിൽ പിറന്നുവെന്ന് ചോദിക്കുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ പോകാതെ നേരം വെളുത്തിട്ട് പോയാൽ പോരെ എന്ന് അവർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. എന്തിനേറെ കർത്താവിൻ്റെ ദൂതിനെ അവർ ഒരിക്കലും പുച്ഛിച്ച് തള്ളുന്നുമില്ല. അതെ, കാരണം അവർ എളിയവരായിരുന്നു, എളിമയുള്ളവരായിരുന്നു. സഹോദരങ്ങളെ, എളിമയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ വചനം വിതയ്ക്കപ്പെടുകയുള്ളൂ. ആ വചനം 100 മേനി ഫലം കൊയ്യുകയുള്ളൂ. യെശയ്യായുടെ പ്രവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ആത്മാവിൽ അനുതാപവും എളിമയും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതെ, ഈ ആട്ടിടയന്മാർക്ക് ഈ മനോഭാവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അവരുടെ മുമ്പിൽ വചനം കർത്താവ് വിധിക്കുകയാണ്. അവർ അതിന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. അതേ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് കാലം നമ്മുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ വചനം വിതയ്ക്കപ്പെടുവാനും ഉണ്ണിയേശുവിനെ കാണുവാനും ഉണ്ണിയേശുവിനെ അനുഭവിക്കുവാനും അനുഭവിച്ച് ഉണ്ണിയേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ട് ഈ ക്രിസ്മസ് കാലം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.